ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുതിയ ടോപ്പിക്കായിട്ടൊന്നുമല്ല പഠിക്കുന്നത്. അതായത് ഇന്ന് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ട് നമുക്ക് കുറച്ച് കുട്ടികൾക്ക് ചില കൺഫ്യൂഷൻ വന്നു. ആ പ്രോബ്ലം അതുകൊണ്ട് ഞാൻ ഇന്നങ്ങ് ഒന്ന് ഏറെ ചെയ്യാമെന്ന് വെച്ചു. വേറൊന്നുമല്ല, അപ്പം നമ്മൾ ഒരു ഇക്വേഷൻ തരും, ഇക്വേഷൻ തന്നെ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ തരും, ഒരു എ പിയുടെ n-ആം പദം തരും, അതുപോലെ തന്നെ ഒരു എ പിയുടെ n പദങ്ങളുടെ തുകയും തരും. ഇത് രണ്ട് വ്യത്യാസമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ n-ആം പദം എപ്പോഴും ഒരു n എന്ന് പറയുന്നൊരു നമ്പർ ഉണ്ടായിരിക്കും. n എന്ന് പറയുന്നൊരു ലെറ്റർ ഇതിനകത്ത് n-ആം പദത്തിലുണ്ടായിരിക്കും. പക്ഷേ സം അഥവാ തുകയിൽ n² ആയിരിക്കും കാണുന്നത്. അതുകൊണ്ട് ഈ രണ്ട് വ്യത്യാസമാണ് ഒന്നാമത്തെ വ്യത്യാസം. ഇത് നിങ്ങൾ ആദ്യം മനസ്സിൽ പറഞ്ഞ് ഉറപ്പിക്കുക. ഒന്ന്, n-ആം പദത്തിൽ എപ്പോഴും ഒരു ഫസ്റ്റ് ഡിഗ്രി, അതായത് വെറും n എന്ന് പറഞ്ഞേ വരൂ, പക്ഷേ സം അഥവാ തുകയിൽ n² വരും. ഇതാണ് ഒരു വ്യത്യാസം. രണ്ട്, ഇങ്ങനെ ഒരു ഇക്വേഷൻ തരും. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് പറയും ഇതിൻ്റെ ഫസ്റ്റ് ടേം ഡി ഒക്കെ കണ്ടുപിടിച്ചിട്ട് സീക്വൻസ് എഴുതാൻ ചോദിക്കും. സീക്വൻസ് എഴുതാൻ അവിടെ നിൽക്കട്ടെ, കാരണം ഫസ്റ്റ് ടേം ഡി ഒക്കെ ഉണ്ടെങ്കിൽ സീക്വൻസ് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇതും തന്നിട്ട് ചോദിക്കും ഫസ്റ്റ് ടേമും ഡിയും കണ്ടുപിടിച്ചിട്ട് സീക്വൻസ് എഴുതാൻ ചോദിക്കും. അപ്പോൾ സീക്വൻസ് അവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് ടേം ഡി ഉണ്ടെങ്കിൽ നമുക്ക് സീക്വൻസ് എഴുതാൻ പറ്റും. അപ്പോൾ പല കുട്ടികളും ഇതിൻ്റെ ആദ്യത്തെ വെച്ചാൽ ഇതിനകത്ത് രണ്ടും ഫസ്റ്റ് ടേമും ഡിയും കണ്ടുപിടിക്കുന്നത് ഒരേപോലെ അല്ല. എന്നാൽ ചില കാര്യങ്ങൾ ഇതിൻ്റെ സെയിമുമാണ്. അതെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇതങ്ങ് നോക്കാം. ഇത് ഈ n-ആം പദത്തിൻ്റെ ആദ്യം നമുക്കങ്ങ് നോക്കാം. ഇത് പല രീതിയിൽ കണ്ടുപിടിക്കാം. അതിനകത്ത് ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് ഇതാ ഈ n-ന് ഇപ്പുറം കിടക്കുന്ന നമ്പറായിരിക്കും ഡി എന്ന് പറയുന്നത്. അതെടുത്തെഴുതുക. ഇനി എഫ് അഥവാ ഒന്നാം പദം കാണുന്നത് ഇതാ ഈ നമ്പറുകൾ തമ്മിൽ അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 3 എന്ന് പറഞ്ഞ് കിട്ടും. ഇതൊരു മെത്തേഡ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ x2 ഒക്കെ കാണാൻ അറിയാമല്ലോ. x2 = x1 + d എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാൻ അറിയാം. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്. നിങ്ങൾ ഇതിനകത്ത് ആദ്യം സീക്വൻസിൻ്റെ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും കണ്ടുപിടിച്ചിട്ട് സെക്കൻഡ് ടൈമിൽ ഫസ്റ്റ് ടൈം കുറച്ചാലും ഡി കിട്ടും. ഇതേ ഉത്തരം തന്നെ കിട്ടും. നോക്കിയോ, x1 എന്ന് പറഞ്ഞാൽ n-ന്റെ സ്ഥാനത്ത് 1 കൊടുത്തിട്ട് 2 × 1 + 1 എന്ന് എഴുതി. അത് സോൾവ് ചെയ്തുമ്പോൾ 3 കിട്ടി. കണ്ടല്ലോ, x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ്. കണ്ടല്ലോ, ഇവിടെയും 3 കിട്ടി, ഇവിടെയും 3 കിട്ടി. ഇനി x2 എന്ന് പറഞ്ഞത് ഇവിടെ n-ന് പകരം 2 കൊടുക്കുക. അത് സോൾവ് ചെയ്യുക. 2 × 2 + 1 5 എന്ന് കിട്ടും. ഇനി ഈ 5-ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ നമുക്ക് ഡി കിട്ടും. അത് തന്നെയാണല്ലോ ഇവിടെയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. അതൊരു മെത്തേഡ്. ഇനി ഇത് വെച്ചുകൊണ്ട് തന്നെ പലരും ഇത് ചെയ്യും. അത് തെറ്റാണ്. അപ്പോൾ ഇതിനകത്ത് SN എന്ന് പറയുന്നത് തുകയാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് ടൈം എഴുതുന്നത് ഈ പറഞ്ഞ രീതിയിൽ ആദ്യത്തെ അവസാനത്തെ എടുത്ത് കൂട്ടിയാൽ മതി. അതാണ് ഞാനിവിടെ എഴുതിക്കുന്നത്. ഫസ്റ്റ് ടൈം അഥവാ x1 2 + 1 എന്ന് പറയുന്നത് 3 കിട്ടും. ഡി എന്ന് പറയുന്നത് ഇതിന് ഇപ്പുറം കിടക്കുന്ന നമ്പർ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഇരട്ടി എടുക്കണം. അത് വെച്ചാൽ അതിന് 2h ഇൻറ്റു ചെയ്താൽ മതി. 2-നെ 2h ഇൻറ്റു ചെയ്താൽ എത്ര? 4 കിട്ടും. പെട്ടെന്ന് കിട്ടും എഫും ഡിയും. ഇവിടെ ഡി എടുക്കുന്നത് ഇതിന് ഇപ്പുറം കിടക്കുന്ന നമ്പറാണ്, ഇവിടെ ഡി എടുക്കുന്നത് ഇതിൻ്റെ ഇരട്ടിയാണ്. അത് ഒരു മെത്തേഡ്. ഇനി അനദർ മെത്തേഡ് ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഇതിൻ്റെ x1 എഴുതി. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ x1 എന്ന് പറയുന്നത് 3 എഴുതി. x2 കാണാൻ അറിയാമല്ലോ, x1 + d. x1ൻ്റെ കൂടെ d ആഡ് ചെയ്യണം. എത്ര? 3 4 7. x3 എന്ന് പറഞ്ഞാൽ ഏതാണ്? x1 + 2d. x1 എന്ന് പറഞ്ഞാൽ 3 എഴുതിയിട്ട് 2d എന്ന് പറഞ്ഞാൽ 2 × d. 2 × 4 8. 8 3 11 എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ സീക്വൻസ്. പക്ഷേ പലരും ഇതിനകത്ത് x1 എഴുതുന്നത് ഇതിനകത്തോട്ട് ഇവിടെ ചെയ്തതുപോലെ n-ന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് തെറ്റാണ്. അങ്ങനെ ചെയ്യരുത്. അത് കിട്ടത്തില്ല. ഞാനത് കിട്ടത്തില്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് 1 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. 2 × 1² 1 ആണ്. 1 × 2 2 + 1 3 കിട്ടി. ഓക്കെ, 3 രണ്ടിലും കിട്ടി. പക്ഷേ നമ്മൾ അതിൻ്റെ ബാക്കിയും കൂടെ ഒന്ന് ചെയ്ത് നോക്ക്. n-ന് പകരം 2 ഒന്ന് കൊടുത്ത് നോക്കേ. 2-ന്റെ സ്ക്വയർ 4. 4 × 2 8. 8 1 എത്ര? 9. പക്ഷേ ഇവിടെ x2 കിട്ടിയിരിക്കുന്ന 9, ഇവിടെയോ 7. പക്ഷേ നിങ്ങൾ പലരും ആൻസർ കുട്ടികൾ ചെയ്തു പോകുന്നത് ഇവിടെ ഇതിനകത്ത് ചെയ്തതുപോലെ തന്നെ 1 2 3 ഒക്കെ ഈ സമ്മിലും കൊടുത്തു വെക്കും. അത് തെറ്റാണ്. അങ്ങനെ ചെയ്യരുത്. ഇവിടെ നമ്മൾ എഫും ഡിയും കണ്ടുപിടിച്ച് എഴുതിയതിന് ശേഷം മാത്രം x2 x3 പോവുക. ഓക്കെ ആണല്ലോ. ഒരു ചെറിയ ഡിസ്റ്റർബൻസ് വന്ന് അതുകൊണ്ടാണ് അതുകൂടെ പറഞ്ഞിട്ട് അങ്ങ് നിർത്താം. ഈ പറഞ്ഞ രീതിയിൽ SN-ൽ ഒരിക്കലും 1 2 3 എടുത്ത് കൊടുക്കരുത്. x-ൽ മാത്രമേ നിങ്ങൾ 1 2 3 കൊടുക്കാവൂ. ആ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മാർക്ക് കുറയും. കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ.